ക്രിസ്റ്റി ആദ്യമായി തിന്നുകയായിരുന്നു മംഗോസ്റ്റീൻ പഴം. കടയിൽ നിന്ന് അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല വിലയാണ് പോലും. കട്ടിപ്പുറന്തോടാണ്. അത് കയ്യിൽ വെച്ച് അമുക്കി പൊട്ടിക്കണം. അപ്പോൾ വെളുത്ത മാംസളമായ അല്ലികൾ കാണാം. അതെടുത്ത് വായിലിട്ട് നുണഞ്ഞിറക്കണം. നല്ല സ്വാദാണ് കേട്ടോ. അത് അലിഞ്ഞ് നാവിൽ ചേരുമ്പോ ഒരല്ലിക്ക് മാത്രം ഇത്തിരി വണ്ണക്കൂടുതലുണ്ടാവും. അതിനകത്താണ് വിത്ത്. വായിലിടുമ്പോൾ അത് വിഴുങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് തൊണ്ടയിൽ കെട്ടാൻ സാധ്യതയുണ്ട്. ക്രിസ്റ്റി ആ അല്ലിയിലെ നീര് ഊറ്റി കുടിച്ച ശേഷം ആ വിത്തൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് വെയിലത്തൊരു ദിവസം വെച്ച് ഉണക്കിയ ശേഷം നട്ടു. അമ്മ പറഞ്ഞു, മംഗോസ്റ്റീൻ നല്ല തണലുള്ള മരമാണ്. നമ്മുടെ മഹാനായ എഴുത്തുകാരൻ ബഷീർ എപ്പോഴും മംഗോസ്റ്റീൻ മരത്തിൽ ചുവട്ടിലെ തണലിലായിരുന്നു ഇരിപ്പ്. അദ്ദേഹം അവിടെ ഇരുന്നാണ് ആളുകളോട് സംസാരിച്ചിരുന്നതും സുലൈമാനി എന്ന കട്ടൻ ചായ കുടിച്ചിരുന്നതും ഗ്രാമഫോൺ റെക്കോർഡ്സിലെ പാട്ട് കേട്ടിരുന്നതും. ക്രിസ്റ്റി ഓർത്തു, ബഷീർ അപ്പൂപ്പന്റെ പാത്തുമ്മയുടെ ആടും ഡുപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നവും അവനിഷ്ടമാണ്. അമ്മ വായിച്ചു കൊടുത്തിട്ടുണ്ട് അവൻ ആ കഥയൊക്കെ. ബഷീർ അപ്പൂപ്പനോട് ഇഷ്ടമുള്ള കുട്ടികൾ തീർച്ചയായും മുറ്റത്ത് മംഗോസ്റ്റീൻ മരം നട്ടുപിടിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞു അമ്മ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോഴുണ്ട്, ദാ ഒരു ദിവസം ക്രിസ്റ്റി മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ അവൻ നട്ട മംഗോസ്റ്റീൻ വിത്ത് കിളിർത്തിരിക്കുന്നു. ചുവന്ന തളിരില കണ്ട മംഗോസ്റ്റീൻ മരത്തിന്റെ തൈ തന്നെയാണോ ഇതെന്ന് സംശയം തോന്നും എന്ന് പറഞ്ഞു ക്രിസ്റ്റി. അമ്മ ഉടനെ ഗൂഗിൾ ചെയ്ത് മംഗോസ്റ്റീൻ മരത്തിന്റെ തളിരിലകൾ അവനെ കാണിച്ചു കൊടുത്തു. ഹായ്, ഇതത് തന്നെ എന്ന് ക്രിസ്റ്റി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നെ ദിവസവും രാവിലെയും വൈകുന്നേരവും മംഗോസ്റ്റീൻ ശുശ്രൂഷയിൽ മുഴുകുകയായി ക്രിസ്റ്റി. എന്നും രാവിലെയും വൈകുന്നേരവും ഒരു ഗ്ലാസ് വെള്ളം ചെടിക്ക് കുടിക്കാൻ കൊടുക്കും നമ്മുടെ ക്രിസ്റ്റി. വെള്ളം കിട്ടി കഴിയുമ്പോൾ മംഗോസ്റ്റീൻ തൈ ഉഷാറാവും. അത് കാറ്റിലാടും സന്തോഷത്തോടെ. ഇപ്പോഴതിന് വളമൊന്നും ആവശ്യമില്ല. അതിന്റെ വേര് പിടിക്കട്ടെ ആദ്യം എന്നമ്മ പറഞ്ഞത് കേട്ട് ക്രിസ്റ്റി തലകുലുക്കി. ഒരു ദിവസം നോക്കുമ്പോഴുണ്ട്, തളിരിലകളിലൊന്നിൽ ഒരുണ്ടക്കണ്ണൻ പുഴു. ഇല തിന്ന് നശിപ്പിക്കാനാവും അമ്മ പറഞ്ഞു. ക്രിസ്റ്റി അതിനെ എടുത്ത്, അമ്പട വീര, നീ അത്രയ്ക്കായോ എന്ന് ചോദിച്ച് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്രിസ്റ്റിയും അമ്മയും കൂടി അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക് പോയി. അച്ഛനെയും അച്ഛൻ ജോലി ചെയ്യുന്ന നാടും കാണാം എന്നമ്മ പറഞ്ഞു. അച്ഛന്റെ ജോലി സ്ഥലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ നിറയെ വെള്ളച്ചാട്ടങ്ങളും പുഴകളും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും ക്രിസ്റ്റി ഓർത്തു. തന്നെയുമല്ല, അവിടെ ഭയങ്കര തണുപ്പാണ്. തണുപ്പത്ത് കട്ടിക്കോട്ടൊക്കെ ഇട്ട് മഫ്ലർ കഴുത്തിൽ ചുറ്റി തണുപ്പേൽക്കാത്ത രോമത്തൊപ്പി വെച്ച് നടക്കാനും നല്ല രസമായിരിക്കും. അവർ പോകുമ്പോൾ ചെടിയൊക്കെ ആര് നനയ്ക്കും എന്നാലോചിച്ചു അമ്മ. അടുത്ത വീട്ടിലെ ദേവൻ ചേട്ടനോട്, ദേവാ, ഞങ്ങൾ വരും വരെ ഈ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാമോ എന്ന് ചോദിച്ചു അമ്മ. ദേവൻ ചേട്ടൻ, അതിനെന്താ ആന്റി വിഷമം, ഞാൻ ചെയ്യാലോ എന്ന് സമ്മതിച്ചു. അവരങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അവിടുത്തെ ഒരു റിസോർട്ടിൽ താമസിച്ചു. നന്നായി എൻജോയ് ചെയ്തു. പറഞ്ഞില്ലല്ലോ, അച്ഛൻ താമസിച്ചിരുന്നത് വയനാടായിരുന്നു കേട്ടോ. ക്രിസ്റ്റിക്ക് ഒരുപാട് ഇഷ്ടമായി വയനാട്. അവൻ ഒരുപാട് മാൻകൂട്ടങ്ങളെ കണ്ടു. ഒരാനക്കൂട്ടത്തെ അവർ ദൂരെ കണ്ടു. ഒരുപാട് സ്ഥലങ്ങളും സന്ദർശിച്ചു. വയനാട്ടിൽ എങ്ങാനും മംഗോസ്റ്റീൻ മരം കാണുന്നുണ്ടോ എന്നവൻ വഴിയിലൊക്കെ തിരഞ്ഞു. ഒരു മംഗോസ്റ്റീൻ മരം പോലും അവർക്ക് അവിടെ എങ്ങും കണ്ടെത്താനായില്ല. മംഗോസ്റ്റീൻ മരത്തിന് പറ്റിയ കാലാവസ്ഥയല്ല ഇവിടെ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അമ്മ. അവർ ഒരാഴ്ച സമയമെടുത്തു തിരിച്ചു നാട്ടിലെത്താൻ. നാട്ടിലെത്തി വീടിന്റെ ഗേറ്റ് തുറന്നതും ക്രിസ്റ്റി ബഷീർ അപ്പൂപ്പന്റെ മംഗോസ്റ്റീൻ മരത്തിന് പുതിയ ഇല വന്നിട്ടുണ്ടോ എന്ന് കാണാൻ ഓടി. പക്ഷെ അവിടെ ചെന്നപ്പോഴോ മംഗോസ്റ്റീൻ മരത്തിന്റെ 2 ഇലകളും ഏതോ ജീവി തിന്നിരിക്കുന്നു. പുഴുവല്ല, ഏതോ വലിയ ജീവിയാണ് തിന്നിരിക്കുന്നതെന്ന് നിശ്ചയം. ക്രിസ്റ്റി കരച്ചിലായി. അമ്മ അപ്പുറത്തെ വീട്ടിലെ ദേവൻ ചേട്ടനെ വിളിച്ച് കാര്യം തിരക്കി. ഒരാട് ഗേറ്റ് തള്ളി തുറന്ന് വന്ന് തിന്നതാണെന്ന് ദേവൻ ചേട്ടൻ പറഞ്ഞു. അത് കേട്ട്, ആടിനെ കണ്ട ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ കരച്ചിലായി ക്രിസ്റ്റി. അത് ബഷീർ അപ്പൂപ്പന്റെ കഥയിലെ പാത്തുമ്മയുടെ ആട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അമ്മ. പാത്തുമ്മയുടെ ആടെന്ന് കേട്ടതും ക്രിസ്റ്റി കരച്ചിൽ നിർത്തി. എങ്കിൽ കുഴപ്പമില്ല, ബഷീർ അപ്പൂപ്പന്റെ മംഗോസ്റ്റീൻ മരത്തിന് കുഴപ്പമൊന്നും വരില്ല പാത്തുമ്മയുടെ ആട് തിന്നാൽ എന്ന് പറഞ്ഞു ക്രിസ്റ്റി. പിന്നെ ക്രിസ്റ്റി പറഞ്ഞു,
ഞാനും മംഗുസ്റ്റീൻ മരവും വലുതാകുമല്ലോ. അപ്പൊ ഞാൻ മംഗുസ്റ്റീൻ മരത്തിന്റെ ചുവട്ടിൽ ചാരു കസേരയിട്ടിരുന്ന് ബഷീർ അപ്പൂപ്പനെ പോലെ കഥ എഴുതും, പാട്ട് കേൾക്കും. അത് കൊള്ളാം എന്ന് പറഞ്ഞു അമ്മ. അപ്പോ അതുവഴി ഇല തിന്ന ആട് കയറി വന്നു. അത് മേ എന്ന് ശബ്ദമുണ്ടാക്കി. ആടിന് പുറകെ ഒരു പെൺകുട്ടി. അടേ, നീ ഇവിടെ വാ, നോക്ക്, ഞാനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഓടിക്കയറി വന്നു. അതാവും പാത്തുമ്മ എന്ന് ക്രിസ്റ്റിക്ക് തോന്നി. നിന്റെ ആടാണോ ഇത്? ക്രിസ്റ്റി ചോദിച്ചു. അവൾ തലയാട്ടി. നിന്റെ പേര് പാത്തുമ്മ എന്നാണോ? ക്രിസ്റ്റി ചോദിച്ചു. എങ്ങനെ മനസ്സിലായി? അവൾ അത്ഭുതപ്പെട്ടു. അതൊക്കെ ഉണ്ട് എന്ന് ക്രിസ്റ്റി ഗമക്കാരനായി. നിന്റെ ആടിനെ പിടിച്ചോ, അല്ലെങ്കിൽ അതിന്റെ ബാക്കി മംഗുസ്റ്റീൻ കൂടി തിന്നുകളയും, ക്രിസ്റ്റി പറഞ്ഞു. അവൾ ആടിനെ പ്ലാവിൻ ചോട്ടിൽ കെട്ടിയിട്ടു. എന്നിട്ട് അവളും ക്രിസ്റ്റിയും കൂടെ കളി തുടങ്ങി. ആടും മംഗുസ്റ്റീനും കൂടി അവരുടെ കളി നോക്കി നിന്നു.